പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. ഇന്ന് കൊച്ചിയിലെ ചടങ്ങിലാണ് റിയാസിന് ക്ഷണം ലഭിക്കാതെ പോയത്. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6 പാതയും കോഴിക്കോട് ബൈപ്പാസിന്റെ വെങ്ങളം രാമനാട്ടുകര 6 പാതയുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് ദേശീയപാത വികസനം. പരിപാടിയിൽ നിന്നും സർക്കാർ വിട്ടുനിൽക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ സംബന്ധിക്കില്ല. മുഖ്യമന്ത്രി കൂടാതെ മന്ത്രി കൃഷ്ണൻകുട്ടിക്കും രാജേഷിനുമാണ് പരിപാടിയിൽ ക്ഷണമുള്ളത്. ദേശീയപാതയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ ഉണ്ടായിരിക്കേണ്ട മന്ത്രിക്ക് ക്ഷണമില്ലാതിരിക്കുന്നത് ശരിയല്ലെന്നും ജനാധിപത്യപരമായ മര്യാദയല്ല എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. 2014 മുടങ്ങിപ്പോയ പദ്ധതി 2016 ഇടതുപക്ഷ സർക്കാരിന്റെ ഇടപെടലിലൂടെയാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. സാധാരണ ഇത്തരം പരിപാടികൾക്കൊക്കെ നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് വരാറുണ്ട്. പൊതുമരാമത്ത് മന്ത്രി ആരുമായിക്കൊള്ളട്ടെ, ഇത് കേരളത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അടക്കം ക്ഷണിച്ചിരിക്കുകയാണ്. ദേശീയപാതയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവിടെ ഉണ്ടായിരിക്കേണ്ട മന്ത്രിക്ക് ക്ഷണമില്ലാതിരിക്കുന്നത് ശരിയാണോ? അതാത് വകുപ്പുകളിൽ നിയമിക്കപ്പെട്ട ജനപ്രതിനിധികൾ വേണ്ട വിധത്തിൽ പ്രയത്നിക്കുന്നുണ്ടെന്ന് ജനങ്ങൾ അറിയേണ്ടതില്ലേ? ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പരിപാടിയിലേക്ക് വിളിക്കുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം? ഇതെല്ലാം ജനാധിപത്യത്തിലെ മര്യാദയാണ്. ഇത്തരത്തിൽ അവഗണിച്ചുകൊണ്ട് മാത്രം അവരുടെ രാഷ്ട്രീയ തന്ത്രം ജനങ്ങൾ ചർച്ച ചെയ്യുമെന്ന് കരുതേണ്ടതില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനായി 5000-ഓളം രൂപ കിഫ്ബിയിൽ നിന്നും സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. ഇന്ന് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 22 റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളുടെ ഉദ്ഘാടനത്തിലേക്കാണ് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയെ അവഗണിച്ചത്. മുഖ്യമന്ത്രിയും പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും. ദേശീയപാതയുടെ സാക്ഷാത്കാരത്തിനായി പല പ്രതിസന്ധികൾ നേരിട്ടിട്ടും സ്ഥലം കണ്ടെത്തിയ സംസ്ഥാന സർക്കാരിനെ അവഗണിച്ചതിലാണ് സർക്കാരിന്റെ ബഹിഷ്കരണമെന്നാണ് വിവരം. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അദ്ദേഹം NDAയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കും തുടക്കം കുറിക്കും.